അധികാരമേറ്റ മൂന്നാം ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസിന്റെ തെക്കൻ അതിർത്തിയിലെ കുടിയേറ്റം തടയുന്നതിനും നാടുകടത്തൽ വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി ഉത്തരവുകളിൽ ഒപ്പുവെച്ചുവെന്നാണ് റിപ്പോർട്ട്. അനധികൃതമായി യുഎസിലേക്ക് പ്രവേശിക്കുന്നത് താൽക്കാലികമായി തടയുന്ന ഉത്തരവുകളിലാണ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുന്നത്. യുഎസിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന ആളുകളെ നീക്കം ചെയ്യാനുള്ള ദ്രുത നടപടികൾ സ്വീകരിക്കാൻ ആഭ്യന്തര സുരക്ഷ, നീതി, സംസ്ഥാനം തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിർത്തി കടക്കുന്നത് തടയാൻ ട്രംപ് ഏതു തരത്തിലുള്ള പദ്ധതിയാണ് സ്വീകരിക്കുക എന്നത് ഇപ്പോഴും വ്യക്തമല്ല. അതിർത്തി സംരക്ഷിക്കാൻ ട്രംപ് തൻ്റെ എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്നും യുഎസിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഔദ്യോഗിക വഴികളിലൂടെ അപേക്ഷിക്കണമെന്നും വൈറ്റ് ഹൗസ് വക്താവ് വിശദീകരിച്ചിട്ടുമുണ്ട്. മുമ്പ് അഭയാർത്ഥികൾക്ക് CBP-1 എന്ന മൊബൈൽ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്ത് തെക്കൻ അതിർത്തി കടക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഈ ആപ്പിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. ആപ്പ് വഴി അപേക്ഷിച്ച അഭയാർത്ഥികളുടെ അപേക്ഷകളെല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നിയമവിരുദ്ധമായി രാജ്യത്ത് പ്രവേശിച്ച ആളുകൾക്ക് നിയമപ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്വയം രാജ്യം വിട്ടു പോകാനുള്ള പദ്ധതി ട്രംപ് ഭരണകൂടം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് അനധികൃതമായി സദേൺ ബോർഡർ വഴി വന്ന കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിന് എക്സ്പെഡിറ്റഡ് റിമൂവൽ എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഇപ്പോൾ ട്രംപിന്റെ ഭരണത്തിൽ ഈ പദ്ധതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. 2 വർഷത്തിൽ താഴെ അനധികൃതമായി യുഎസിൽ താമസിക്കുന്ന ആരെയും അവർ രാജ്യത്ത് എവിടെയായിരുന്നാലും നാടുകടത്താൻ സാധിക്കും. ഇമിഗ്രേഷൻ കോടതിയിൽ തങ്ങളുടെ വാദം പറയാനുള്ള സാവകാശം പോലും അവർക്ക് കിട്ടില്ല. നിലവിൽ ഇമിഗ്രേഷൻ കോടതികളിൽ 3 ദശലക്ഷം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. കുടിയേറ്റ കോടതി നടപടിക്രമങ്ങൾ ഒഴിവാക്കുന്നതിനാൽ കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് വേഗത്തിലാക്കാൻ ട്രംപ് ഭരണകൂടത്തിന് സാധിക്കും. അതേസമയം US ഇമിഗ്രേഷൻ കോടതികളുടെ മേൽനോട്ടം വഹിക്കുന്ന നീതിന്യായ വകുപ്പിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസ് ഓഫ് ഇമിഗ്രേഷൻ റിവ്യൂവിലെ 4 ഉന്നത ഉദ്യോഗസ്ഥരെ തിങ്കളാഴ്ച വൈകുന്നേരം ട്രംപ് ഭരണകൂടം പിരിച്ചുവിട്ടിരുന്നു. ഇമിഗ്രേഷൻ കോടതികളെ നയിച്ചതിൽ പതിറ്റാണ്ടുകളുടെ പരിചയമുണ്ടായിരുന്ന 4 പേരെയാണ് ട്രംപ് പിരിച്ചുവിട്ടത്. ബുധനാഴ്ച വൈകുന്നേരം വരെ നാടുകടത്തൽ കാര്യമായി വർദ്ധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 308 കുടിയേറ്റക്കാരെ ICE ഏജന്റുമാർ അറസ്റ്റ് ചെയ്തതായി അതിർത്തി സുരക്ഷാ ചുമതലയുള്ള ടോം ഹോമാൻ ഫോക്സ് TVയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അറസ്റ്റ് യുഎസിലുടനീളം നടക്കുന്ന സാധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ക്രിമിനൽ റെക്കോർഡുകളുള്ള കുടിയേറ്റക്കാരെ കേന്ദ്രീകരിച്ചാണ് അറസ്റ്റ് നടന്നത്. എന്നാൽ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അതേസമയം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഫെബ്രുവരി 1 മുതൽ ചൈനീസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് 10% തീരുവ ചുമത്തുന്നത് ആലോചിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. മെക്സിക്കോയിലേക്കും കാനഡയിലേക്കും ചൈന ഫെന്റാനിൽ അയക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ ഭരണകൂടവുമായി ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയെ ചൂഷകരെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്.